പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ കർത്താവിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെയുള്ള ഈ മനോഹരമായ യാത്രയിലേക്ക് നിങ്ങളെ ഒരു ദിവസം കൂടി ക്ഷണിക്കാൻ എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട്. ഇന്ന് 358-ാമത്തെ ദിവസം. ഇന്നത്തെ വായനയുടെ ഭാഗങ്ങൾ: യൂദാസിൻ്റെ ലേഖനം, 2 തിമോത്തി അധ്യായം 1-2, സുഭാഷിതങ്ങൾ അധ്യായം 31, വാക്യങ്ങൾ 1 മുതൽ 7 വരെ. നമുക്ക് വചനം വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. യൂദാസ് എഴുതിയ ലേഖനം. അഭിവാദനം. യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദാസ്, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെടുന്നവരും യേശുക്രിസ്തുവിനു വേണ്ടി കാത്തു സൂക്ഷിക്കപ്പെടുന്നവരുമായ വിളിക്കപ്പെട്ടവർക്ക് നിങ്ങളിൽ കരുണയും സമാധാനവും സ്നേഹവും സമൃദ്ധമാകട്ടെ. വ്യാജോപദേഷ്ടാക്കൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൊതുവായ രക്ഷയെക്കുറിച്ച് നിങ്ങൾക്കെഴുതാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോഴാണ് വിശുദ്ധർക്കൊരിക്കൽ മാത്രമായി ഏൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിനു വേണ്ടി പോരാടണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾക്കെഴുതേണ്ടത് ഒരാവശ്യമായി വന്നത്. ശിക്ഷയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിരുന്ന അധർമ്മികളായ ചില മനുഷ്യർ പണ്ട് തന്നെ നിങ്ങളുടെ ഇടയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവർ നമ്മുടെ ദൈവത്തിൻ്റെ കൃപ ദുർനടത്തത്തിനായി ദുർവിനിയോഗിക്കുകയും നമ്മുടെ ഏകനാഥനും കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാം അറിയാമെങ്കിലും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈജിപ്ത് ദേശത്ത് നിന്ന് ഇസ്രായേൽ ജനത്തെ ഒരിക്കൽ രക്ഷിച്ച കർത്താവ് വിശ്വസിക്കാതിരുന്നവരെ പിന്നീട് നശിപ്പിച്ചു. സ്വന്തം നിലമറന്ന് തങ്ങളുടേതായ വാസസ്ഥാനം ഉപേക്ഷിച്ചു കളഞ്ഞ ദൂതന്മാരെ മഹാദിനത്തിലെ വിധി വരെ അവിടുന്ന് അന്ധകാരത്തിൽ നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. സോദോമിനെയും ഗൊമോറയെയും പോലെ അവയ്ക്ക് സദൃശ്യമായി വ്യഭിചാരത്തിലും ജഡികാസക്തിയിലും മുഴുകിയ ചുറ്റുമുള്ള നഗരങ്ങളെയും നിത്യാഗ്നിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി അവിടുന്ന് ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു. അതുപോലെ സ്വപ്നങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഇവർ ശരീരം അശുദ്ധമാക്കുകയും അധികാരം തിരസ്കരിക്കുകയും മഹത്തുക്കളെ ദുഷിച്ചു പറയുകയും ചെയ്യുന്നു. പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. ഇവരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്തവയെല്ലാം ദുഷിക്കുന്നു. വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി ഇവർ മലിനരാവുകയും ചെയ്യുന്നു. ഇവർക്ക് ദുരിതം. എന്തുകൊണ്ടെന്നാൽ ഇവർ കായേൻ്റെ മാർഗത്തിലൂടെ നടക്കുകയും ലാഭേച്ഛ കൊണ്ട് ബാലാമിൻ്റെ തെറ്റിൽ ചെന്ന് വീഴുകയും കോറായുടെ പ്രക്ഷോഭത്തിൽ നശിക്കുകയും ചെയ്യുന്നു. സ്വന്തം കാര്യം മാത്രം നോക്കി നിർഭയം തിന്നുകുടിച്ച് മതിക്കുന്ന ഇവർ നിങ്ങളുടെ സ്നേഹവിരുന്നുകൾക്ക് കളങ്കമാണ്. ഇവർ കാറ്റിനാൽ തുരത്തപ്പെടുന്ന ജലശൂന്യമായ മേഘങ്ങളാണ്. ഉണങ്ങി കടപുഴകിയ ഫലശൂന്യമായ ശരത്കാല വൃക്ഷം പോലെയാണ്. ഇവർ തങ്ങളുടെ ലജ്ജയുടെ നുരയുയർത്തുന്ന അലറുന്ന കടൽ തിരകളാണ്. അലഞ്ഞുതിരിയുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് വേണ്ടി കൂരിരുട്ടെന്നേക്കും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ആദത്തിൽ നിന്നുള്ള 7-ാം തലമുറക്കാരനായ ഹെനോക്ക് പ്രവചിച്ചത് ഇവരെക്കുറിച്ചാണ്. ഇതാ, കർത്താവ് തൻ്റെ വിശുദ്ധരുടെ 10,000-ങ്ങളോടുകൂടെ ആഗതനായിരിക്കുന്നു. എല്ലാറ്റിൻ്റെയും മേൽ വിധി നടത്താനും സകലരെയും അധാർമികമായി അവർ ചെയ്ത സകല ദുഷ്കർമ്മങ്ങളുടെയും അധർമ്മികളായ പാപികൾ തനിക്കെതിരായി പറഞ്ഞ എല്ലാ പരുഷവാക്കുകളുടെയും പേരിൽ കുറ്റം വിധിക്കാനും അവിടുന്ന് വന്നു. അവർ പിറുപിറുക്കുന്നവരും അസംതൃപ്തരും തങ്ങളുടെ ദുരാശകൾക്കൊത്തവിധം നടക്കുന്നവരും വമ്പ് പറയുന്നവരും കാര്യസാധ്യത്തിനു വേണ്ടി മുഖസ്തുതി പറയുന്നവരുമാണ്. താക്കീതും ഉപദേശവും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരാൽ മുൻകൂട്ടി പറയപ്പെട്ട വാക്കുകൾ ഓർക്കുവിൻ. അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ അധാർമികത്വത്തിൻ്റെ ജഡമോഹങ്ങളിൽ ചരിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും. ആത്മാവില്ലാത്തവരും ലൗകികരും ഭിന്നിപ്പുണ്ടാക്കുന്നവരുമാണവർ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്താൽ നിങ്ങളെ തന്നെ പണിതുയർത്തുവിൻ. നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണ കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ. ചഞ്ചലചിത്തരോട് അനുകമ്പ കാണിക്കുവിൻ. അഗ്നിയിൽ നിന്ന് പിടിച്ചു കയറ്റി രക്ഷിക്കുവിൻ. ജഡികതയാൽ കളങ്കിതമായ വസ്ത്രത്തെപ്പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ കരുണ കാണിക്കുവിൻ. വീഴാതെ നിങ്ങളെ തന്നെ കാത്തുകൊള്ളാനും തൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കരായി സന്തോഷത്തോടെ നിർത്താനും കഴിവുള്ള നമ്മുടെ രക്ഷകനായ ഏകദൈവത്തിന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി മഹത്വവും പ്രതാപവും ശക്തിയും അധികാരവും സർവകാലത്തിനും മുൻപും ഇപ്പോഴും എപ്പോഴും എന്നേക്കും
ആമേൻ. 2 തിമോത്തിയോസ് അധ്യായം 1. അഭിവാദനം. ക്രിസ്തു യേശുവിലുള്ള ജീവന്റെ വാഗ്ദാനമനുസരിച്ച് ദൈവഹിതത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് പ്രിയപുത്രനായ തിമോത്തിയോസിന് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിൽ നിന്നും കൃപയും കാരുണ്യവും സമാധാനവും. വിശ്വസ്തനായിരിക്കുക. രാവും പകലും എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ ഇടപെടാതെ നിന്നെ സ്മരിക്കുമ്പോൾ പൂർവ്വപിതാക്കന്മാരെ പോലെ നിർമ്മല മനസാക്ഷിയോടെ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. നിന്റെ കണ്ണീരിനെപ്പറ്റി ഓർക്കുമ്പോഴൊക്കെ സന്തോഷഭരിതനാകേണ്ടതിന് നിന്നെ ഒന്ന് കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. നിന്റെ നിർവ്യാജമായ വിശ്വാസം ഞാൻ അനുസ്മരിക്കുന്നു. നിന്റെ വലിയമ്മ ലോവീസിനും അമ്മ എവനിക്കേയ്ക്കും ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിന്നിലുമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവദാനം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവാണ്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. അവൻ്റെ തടവുകാരനായ എന്നെ പ്രതിയും ദൈവത്തിൻ്റെ ശക്തിയാൽ സുവിശേഷത്തെ പ്രതിയുള്ള സഹനത്തിൽ നീയും പങ്കുചേരുക. അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ ആഹ്വാനത്താൽ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ പ്രവൃത്തികളാലല്ല, സ്വന്തം ഉദ്ദേശ്യം മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പ് ക്രിസ്തു യേശുവിൽ നമുക്ക് അവിടുന്ന് നൽകിയ കൃപയനുസരിച്ചുമാണ്. ഇത് നമ്മുടെ രക്ഷകനായ ക്രിസ്തു യേശുവിൻ്റെ ആഗമനത്തിൽ നമുക്ക് പ്രത്യക്ഷീഭവിച്ചിരിക്കുന്നു. അവൻ മരണമില്ലാതാക്കുകയും സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഈ സുവിശേഷത്തിൻ്റെ പ്രഘോഷകനും അപ്പസ്തോലനും പ്രബോധകനുമായി ഞാൻ നിയമിതനായിരിക്കുന്നു. ഇക്കാരണത്താലാണ് ഞാൻ ഇവയെല്ലാം സഹിക്കുന്നത്. ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവയെല്ലാം അവസാന ദിവസം വരെയും ഭദ്രമായി കാത്തു സൂക്ഷിക്കാൻ അവന് കഴിയുമെന്നും എനിക്ക് ബോധ്യമുണ്ട്. നീ എന്നിൽ നിന്ന് കേട്ടിട്ടുള്ള അന്യൂനമായ വാക്കുകൾ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും നീ പ്രമാണമാക്കുക. നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന നല്ല കാര്യങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക. ഏഷ്യയിലുള്ളവരെല്ലാം, ഫിഗലോസും ഹെർമോഗനസും ഉൾപ്പെടെ എന്നെ ഉപേക്ഷിച്ചെന്ന് നിനക്കറിയാമല്ലോ. ഒനേസിഫോറോസിൻ്റെ കുടുംബത്തിൻ്റെ മേൽ കർത്താവ് കാരുണ്യം ചൊരിയട്ടെ. എന്തെന്നാൽ അവൻ പലപ്പോഴും എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ചങ്ങലകളെപ്പറ്റി അവൻ ലജ്ജിച്ചിട്ടുമില്ല. അവൻ റോമായിലെത്തിയപ്പോൾ എന്നെപ്പറ്റി ആകാംക്ഷാപൂർവം അന്വേഷിക്കുകയും എന്നെ കാണുകയും ചെയ്തു. എഫെസോസിൽ വെച്ച് അവൻ ചെയ്ത ശുശ്രൂഷയെപ്പറ്റിയെല്ലാം നിനക്ക് നന്നായി അറിയാമല്ലോ. അവസാന ദിവസം കർത്താവിൽ നിന്ന് കാരുണ്യം ലഭിക്കാൻ കർത്താവ് അവന് അനുഗ്രഹം നൽകട്ടെ. 2 തിമോത്തിയോസ് അധ്യായം 2. ക്രിസ്തുവിൻ്റെ പടയാളി. എൻ്റെ മകനെ, നീ ക്രിസ്തു യേശുവിലെ കൃപയിൽ ശക്തിയാർജിക്കുക. അനേകം സാക്ഷികളിലൂടെ നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകളെ ഭരമേൽപ്പിക്കുക. ക്രിസ്തു യേശുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ സഹനങ്ങളിൽ പങ്കുചേരുക. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ അനുദിന കാര്യങ്ങളിൽ തലയിടാറില്ല. നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായികാഭ്യാസിക്കും കിരീടം ലഭിക്കുകയില്ല. അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിൻ്റെ ആദ്യ പങ്ക് ലഭിക്കേണ്ടത്. ഞാൻ പറയുന്നവയെപ്പറ്റി ചിന്തിക്കുക. എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയാൻ വേണ്ട കഴിവ് കർത്താവ് നിനക്ക് തരും. എൻ്റെ സുവിശേഷമനുസരിച്ച് ദാവീദിൻ്റെ വംശജനും മരിച്ചവരിൽ നിന്ന് ഉയർത്തവനുമായ യേശുക്രിസ്തുവിനെ സ്മരിക്കുക. ഇതിനുവേണ്ടി ഒരു കുറ്റവാളിയെപ്പോലെ വിലങ്ങുകൾക്ക് അധീനനാകും വരെ ഞാൻ കഷ്ടത സഹിക്കുന്നു. എന്നാൽ ദൈവവചനം വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ല. അതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ക്രിസ്തു യേശുവിൽ നിത്യമായ മഹത്വത്തോടെയുള്ള രക്ഷ നേടുന്നതിനു വേണ്ടി ഞാൻ എല്ലാം സഹിക്കുന്നു. ഈ വചനം വിശ്വാസയോഗ്യമാണ്. നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടെ വാഴും. നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മെയും നിഷേധിക്കും. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായി നിലകൊള്ളും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. വിശ്വസ്തഭൃത്യൻ. ഇവ അവരെ അനുസ്മരിപ്പിക്കുക. ഒരു ഗുണവും ചെയ്യാത്തതും ശ്രോതാക്കളെ നശിപ്പിക്കുന്നതുമായ വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ അവരെ ദൈവസന്നിധിയിൽ ഉപദേശിക്കുക. സത്യത്തിൻ്റെ വചനം യഥോചിതം പകർന്നു കൊടുത്തുകൊണ്ട് ലജ്ജിക്കേണ്ടാത്ത വേലക്കാരനായി ദൈവത്തിനു മുമ്പിൽ അർഹതയോടെ നിൽക്കാൻ ശ്രദ്ധാലുവായിരിക്കുക. ലൗകികമായ വ്യർത്ഥഭാഷണം ഒഴിവാക്കുക. കാരണം അതവരെ അധർമ്മത്തിലേക്ക് നയിക്കും. ഈ ഭക്തിരഹിതരുടെ സംസാരം ശരീരം കാർന്നു തിന്നുന്ന വ്രണം പോലെ പടർന്നു പിടിക്കും. ഇക്കൂട്ടത്തിൽപ്പെട്ടവരാണ്
ഹ്യുമേനയോസും ഫിലത്തോസും. ഉത്ഥാനം സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു. ചിലരുടെ വിശ്വാസം അവർ തകിടം മറിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഉറപ്പുള്ള അടിത്തറ ഇളകാതെ നിൽക്കുന്നു. അതിലിങ്ങനെ മുദ്രിതമായിരിക്കുന്നു: കർത്താവ് തനിക്ക് സ്വന്തമായവരെ അറിയുന്നു. കർത്താവിൻ്റെ നാമം വിളിക്കുന്നവരെല്ലാം അനീതിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. ഒരു വലിയ ഭവനത്തിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള പാത്രങ്ങൾ മാത്രമല്ല, മരം, മണ്ണ് ഇവ കൊണ്ടുള്ളവയും ഉണ്ടായിരിക്കും. അവയിൽ ചിലത് മാന്യമായ കാര്യങ്ങൾക്കും ചിലത് മാന്യത കുറഞ്ഞ കാര്യങ്ങൾക്കുമുള്ളതാണ്. ഒരുവൻ ഇവയിൽ നിന്ന് തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ മാന്യമായതിന് പറ്റിയതും വിശുദ്ധീകരിക്കപ്പെടേണ്ടതും യജമാനന് പ്രയോജനകരമായതും ഏത് നല്ല കാര്യത്തിനും യോജിച്ചതുമായി ഒരുക്കപ്പെടും. അതിനാൽ യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുക. പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവ പിന്തുടരുക. മൂഢവും ബാലിശവുമായ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടരുത്. അവ കലഹങ്ങൾക്കിടയാക്കുമെന്ന് നിനക്കറിയാമല്ലോ. കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്. എല്ലാവരോടും സൗമ്യതയുള്ളവനും പ്രഗത്ഭനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം. എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം. സത്യത്തിൻ്റെ തിരിച്ചറിവിനുള്ള മാനസാന്തരം ദൈവം അവർക്ക് നൽകിയെന്ന് വരാം. പിശാചിൻ്റെ പദ്ധതിക്കായി ബന്ധിക്കപ്പെട്ടവരാണെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് അവൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. സുഭാഷിതങ്ങൾ അധ്യായം 31 വാക്യങ്ങൾ 1 മുതൽ 7 വരെ. ലെമുവേലിൻ്റെ സൂക്തങ്ങൾ. മാസായുടെ രാജാവായ ലെമുവേലിനെ അദ്ദേഹത്തിൻ്റെ അമ്മ പഠിപ്പിച്ച വചനങ്ങൾ. എന്താണ് എൻ്റെ മകനെ? എന്താണ് എൻ്റെ ഗർഭസൂനുവേ? എന്താണ് എൻ്റെ നേർച്ചകളുടെ പുത്ര? നിന്റെ പൗരുഷം സ്ത്രീകൾക്ക് അധീനപ്പെടുത്തരുത്. രാജാക്കന്മാരെ ഇല്ലായ്മ ചെയ്യുന്നവർക്ക് നിന്റെ വഴികളും. ലെമുവേൽ, രാജാക്കന്മാർക്ക് പാടില്ലാത്തതാണ്. രാജാക്കന്മാർക്ക് പാടില്ലാത്തതാണ് വീഞ്ഞ സേവ. ഭരണാധിപന്മാർക്ക് മദ്യാസക്തിയും. വിളംബരം ചെയ്യപ്പെട്ടത് അവൻ മദ്യപിച്ച് മറക്കാതിരിക്കാനും കഷ്ടപ്പെടുന്ന എല്ലാവരുടെയും അവകാശം അവഗണിക്കാതിരിക്കാനുമാണിത്. നശിക്കാനുള്ളവന് മദ്യം നൽകുക, ആത്മതിക്തതയുള്ളവർക്ക് വീഞ്ഞും. അവൻ കുടിച്ച് തൻ്റെ ദാരിദ്ര്യം വിസ്മരിക്കട്ടെ, തൻ്റെ ദുരിതം അവനിനി ഓർക്കാതിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് 358-ാമത്തെ ദിവസം. യൂദാസിൻ്റെ ലേഖനവും അതുപോലെ തിമോത്തിക്ക് അപ്പോസ്തലൻ എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 1-2 അധ്യായങ്ങളുമാണ് പ്രധാനമായും ഇന്ന് വായിച്ചത്. യൂദാസ് കർത്താവായ യേശുവിൻ്റെ കസിൻ ആയിരുന്നിരിക്കണം. യാക്കോബിൻ്റെ സഹോദരൻ ആയ യൂദാസാണിത്. അപ്പോസ്തലനായ യൂദാസ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം വിവരിക്കുന്ന കാര്യങ്ങൾ ആദിമസഭയുടെ സജീവമായ ഒരു ശ്രദ്ധയിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളാണ്. വിശ്വാസം ജീവിച്ച ജനതകളുടെ ഇടയിൽ സംഭവിച്ച അല്ലെങ്കിൽ പിന്നീട് ആദ്യ നൂറ്റാണ്ടുകളിൽ സഭയെ ഉപദ്രവം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച പല തിന്മ നിറഞ്ഞ പ്രവണതകൾക്കുമെതിരെയുള്ള ആദ്യത്തെ ഒരു ദൈവികമായ പ്രതിരോധമായിട്ട് വേണം നമ്മൾ ഈ യൂദായുടെ ലേഖനത്തെ കാണാൻ. നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയെക്കുറിച്ച്, പൊതുവായ രക്ഷയെക്കുറിച്ച് എഴുതുന്നതിനാണ് അദ്ദേഹം ആഗ്രഹിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ സഭയിൽ അന്ന് കണ്ട ചില നീചമായ പ്രവണതകളെ തിരുത്തേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് അദ്ദേഹം വിഷയത്തിൽ നിന്ന് മാറിയത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. തങ്ങൾക്ക് ലഭിച്ച ദൈവകൃപയെ ദുർവിനിയോഗം ചെയ്യുന്ന ആളുകളെക്കുറിച്ചുള്ള പരാമർശം ശ്രദ്ധിക്കണം. കൃപയെ ദുർവിനിയോഗം ചെയ്തവർ. ദൈവകൃപ മൂലം നമുക്ക് ലഭിച്ച അനേകം ആനുകൂല്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ദൈവകൃപയിൽ കിട്ടിയ ആനുകൂല്യങ്ങളാണ്. അതിനെ നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി മിസ്യൂസ് ചെയ്യാനുള്ള പ്രലോഭനം എല്ലാവരിലുമുണ്ട്. ഇതായിരുന്നു പിശാച് ഈശോയ്ക്ക് നേരെ വെച്ച് നീട്ടിയ ആദ്യത്തെ പ്രലോഭനവും. ഈ കല്ലുകളോട് അപ്പമാകാൻ കൽപ്പിക്കുക. നിന്റെ വിശപ്പ് ശമിപ്പിക്കാൻ വേണ്ടി ഈ കല്ലുകളെ ഉപയോഗിക്കുക. ഈ ഒരു ടെംപ്ടേഷൻ പല ഭാവങ്ങളിൽ നമ്മളെ വേട്ടയാടാൻ സാധ്യതയുണ്ട്. കൃപയെ ദുർവിനിയോഗം ചെയ്തവർ. ഒത്തിരി ഒരു കുറ്റബോധവും ഭാരവും നമുക്ക് തരേണ്ട ഒരു പ്രയോഗമാണ് അത്. സഭയിലുള്ള ഭിന്നിപ്പുകളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ആത്മാവില്ലാത്തവരും ലൗകികരുമായ ആളുകളാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. ഭിന്നത പിശാചിൽ നിന്നാണ്. ദൈവസ്നേഹമാണെങ്കിൽ വെറുപ്പ് പിശാചാണ്. അതുകൊണ്ട് വഴക്ക് ഉണ്ടാക്കുന്നവർ, ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നവർ, എപ്പോഴും മനുഷ്യരുടെ ഹൃദയങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് പകരം അകറ്റാൻ ശ്രമിക്കുന്നവരൊക്കെ ആരുടെ അണികളാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർക്കുന്നത് നമ്മളെ കുറെ കൂടി
നല്ലവരാവാൻ അല്ലെങ്കിൽ മാനസാന്തരപ്പെടാൻ സഹായിക്കും. ആത്മാവില്ലാത്തവരും ലൗകികരുമായ ആളുകളാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. അഗ്നിയിൽ നിന്ന് പിടിച്ചു കയറ്റുവിൻ എന്നൊരു പ്രയോഗമുണ്ട് ഈ ലേഖനത്തിൽ. പല രീതിയിൽ അതിനെ കാണാം. ഒന്ന്, പാപത്തിൽ കഴിയുന്നവരെ പാപത്തിൽ നിന്ന് പിടിച്ചു കയറ്റി രക്ഷയിലേക്ക് കൊണ്ടുവരിക. മറ്റൊരു പ്രധാനപ്പെട്ട വ്യാഖ്യാനം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ മോചിപ്പിക്കുക എന്നതാണ്. പ്രാർത്ഥന കൊണ്ടും പരിത്യാഗം കൊണ്ടും പ്രായശ്ചിത്തം കൊണ്ടും മരിച്ചുപോയവരെ അവർ കടന്നുപോകുന്ന ആ ശുദ്ധീകരണാഗ്നിയിൽ നിന്ന് മോചിപ്പിക്കുക എന്ന രീതിയിലും ഈ വാക്യത്തെ കാണാൻ കഴിയും. നമ്മളെ വീഴാതെ കാക്കുന്നവനായ ദൈവം എന്നൊരു മനോഹരമായ പ്രയോഗം ഈ ലേഖനത്തിൻ്റെ ഈ കത്തിൻ്റെ അവസാന ഭാഗത്തുണ്ട്. വീഴാതെ നമ്മെ കാത്തുകൊള്ളുന്നവൻ. എത്ര മനോഹരമായ ഒരു കാര്യമാണത്. വീഴാതിരിക്കുന്നത് ആരുടെയും കഴിവുകൊണ്ടല്ല, വീഴാതെ ആരോ നമ്മളെ കാക്കുന്നത് കൊണ്ടാണ്. കർത്താവ് നമ്മളെ കാക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ജീവിതത്തിലെ ഒരു സുഹൃത്തത്തെയും നന്മയും പ്രതി അഹങ്കരിക്കാൻ നമുക്ക് അവകാശമില്ല. കാരണം ഒരു കൃപ നമ്മളെ താങ്ങി നിർത്തിയതുകൊണ്ടാണ്, ഒരു കൃപയുടെ കരം നമ്മളെ പിടിച്ചതുകൊണ്ടാണ് നമ്മൾ വീണില്ലെങ്കിൽ വീഴാതിരിക്കുന്നത്. തിമോത്തിയോട് പറയുമ്പോൾ അപ്പോസ്തലൻ പറയുന്നു, നിന്റെ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നത് നിന്റെ വലിയമ്മയായ ലോവീസിനെയും നിന്റെ അമ്മയായ യൗവനക്കയെയും ആണ് എന്നാണ്. അമ്മയ്ക്കും വല്യമ്മച്ചിക്കും ഉണ്ടായിരുന്ന വിശ്വാസം തിമോത്തി നിനക്കും ഉണ്ട് എന്നുള്ളതാണ്. വിശ്വാസം എപ്പോഴും പകരപ്പെടുന്ന ഒന്നാണ്. നല്ല വിശ്വാസമുള്ള കുടുംബങ്ങൾ ഉണ്ടാവേണ്ടത് നല്ല വിശ്വാസമുള്ള തലമുറ ഉണ്ടാവുന്നതിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തെ തല്ലിക്കെടുത്തുന്ന സമീപനങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിശ്വാസമുള്ളവരുമായി സമ്പർക്കത്തിലേർപ്പെടുന്നത് നമ്മുടെ വിശ്വാസം വളരാൻ ഇടയാക്കും. ഒരു ഭവനത്തിൽ വിവിധ ഉപയോഗത്തിനുള്ള പാത്രങ്ങളുണ്ട് എന്ന പുസ്തകം സൂചിപ്പിക്കുന്നു. അപ്പോൾ അതിലെ നല്ല ഉപയോഗത്തിന് ഉള്ള പാത്രങ്ങളുണ്ട്, അതുപോലെ അല്പം പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളുണ്ട്. എന്നാൽ ഒരുവൻ ഈ പാത്രം കഴുകി വൃത്തിയാക്കുന്നത് പോലെ ഒരാൾ തന്നെ തൻ്റെ ബലഹീനതകളിൽ നിന്ന്, പാപത്തിൽ നിന്ന് അനുദിനം വിശുദ്ധീകരിച്ച് മുന്നോട്ട് പോയാൽ അവൻ ആ വീട്ടുടമസ്ഥന്, യജമാനന് ഉപയോഗിക്കാൻ പറ്റിയ വലിയ കാര്യങ്ങൾക്ക്, കുറെ കൂടി ഗൗരവമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വിശുദ്ധ പാത്രമായി മാറും എന്നത് യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലണം എന്ന് തിമോത്തിയോട് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. കർത്താവിനെ വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അനുദിനം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ ദാഹം നമുക്ക് ഉണ്ടാവണം. ഈ വചനപാരായണത്തിലൂടെ ഒടുവിൽ നമ്മളിൽ അവശേഷിക്കേണ്ട ചില കാര്യങ്ങളിലൊന്ന് അതാണ്. കൂടുതൽ വിശുദ്ധരാവാൻ, ഉപരി വിശുദ്ധി നേടാൻ, കൂടുതൽ യേശുവിനെ പോലെയാവാൻ നമുക്ക് സാധിക്കുന്നിടത്തേ ഇത്തരം അധ്വാനങ്ങൾ കൊണ്ടെല്ലാം പ്രയോജനമുള്ളൂ. എനിക്ക് വേണ്ടിയുള്ള വിലയേറിയ പ്രാർത്ഥനകൾക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നാളെ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് വരെയും നിങ്ങളറിയണം, ഞാൻ ഡാനിയലച്ചൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളെ ഞാൻ എൻ്റെ സ്നേഹത്തോട് ചേർത്ത് വെക്കുന്നു. നല്ല ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.